തിരുവനന്തപുരത്ത് വൻ വായ്പാ കുംഭകോണം. CPM കിളിമാനൂർ ഏരിയ സെക്രട്ടറി ജയചന്ദ്രൻ സർക്കാർ സഹകരണ ജീവനക്കാരുടെ സാലറി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച വൻ തുക ലോൺ എടുത്തുവെന്നാണ് ആരോപണം. പാർട്ടി വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടുവെന്ന് സാലറി സർട്ടിഫിക്കറ്റ് നൽകിയ അധ്യാപകൻ റിപ്പോർട്ടിനോട് പറഞ്ഞു. ആരെയും പറ്റിച്ചിട്ടില്ല എന്നും എടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കും എന്നുമാണ് ജയചന്ദ്രന്റെ വിശദീകരണം. CPIM ഏരിയ സെക്രട്ടറി എന്ന പദവി ദുരുപയോഗം ചെയ്താണ് അഡ്വക്കേറ്റ് S. ജയചന്ദ്രൻ സാലറി സർട്ടിഫിക്കറ്റ് വഴി കോടികൾ വായ്പയെടുത്തത്. സഹകരണ ബാങ്കുകളിൽ നിന്നും KSFയിൽ നിന്നും 1 മുതൽ 15 ലക്ഷം രൂപ വരെ നിരവധി സാലറി സർട്ടിഫിക്കറ്റുകൾ വഴി ലോൺ എടുത്തു. വായ്പ തിരിച്ചടയ്ക്കാത്തതോടെ ജീവനക്കാരുടെ വസ്തുക്കൾ ജപ്തിയായി. പാർട്ടിയും കൂടെ ചേർന്ന് നിന്ന് കളിച്ചിട്ടാണ് ഈ നടത്തുന്നതാണ് എനിക്ക് പറയുന്നത്. എനിക്കുള്ളത് പറയാൻ എനിക്ക് സങ്കടം വരികയുണ്ട്. കാരണം പാർട്ടി എനിക്ക് അത്രയും ജീവനായി വലിയ സങ്കടം. പാർട്ടിക്കെതിരായിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ട് എനിക്കറിഞ്ഞൂടെ. ഇത് കടന്ന കൈയായി പോയിട്ട് എനിക്ക് എത്ര പറയാനുള്ളൂ. പണം ആവശ്യപ്പെട്ട ഏരിയ സെക്രട്ടറിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പിന്നാലെ പാർട്ടി ജില്ലാ സംസ്ഥാന സെക്രട്ടറിമാർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതോടെയാണ് ജീവനക്കാർ മുഖ്യമന്ത്രിയെ സമീപിച്ചത്. എനിക്ക് 3 കുട്ടികളുണ്ട്. അവരുടെ വിദ്യാഭ്യാസം, വീട്ടിലെ ചെലവുകൾ, കാര്യങ്ങൾ, പിന്നെ ഭർത്താവിൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കുറച്ച് ബാധ്യതയുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ തന്നെയാണ് വീട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് റിക്കവറി പിടിക്കുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അതിനകത്ത് വേറെ ഒന്നും ഇല്ല. പുള്ളിക്കാരൻ്റെ അവിടെ പോയി നിരാഹാരം കിടക്കാനോ അവിടെ പോയി സത്യാഗ്രഹം ഇരിക്കാനൊക്കെ നമ്മളെ കൊണ്ട് നിവൃത്തിയുള്ളൂ. 50ഓളം അധ്യാപകരിൽ നിന്നും നിരവധി സഹകരണ ബാങ്ക് ജീവനക്കാരിൽ നിന്നും സാലറി സർട്ടിഫിക്കറ്റ് വഴി ലോൺ എടുത്തെന്നാണ് വിവരം. ഏരിയ സെക്രട്ടറിയുടെ പണമിടപാടുകളിലും ദുരൂഹതയുണ്ട്. അതേസമയം ആരെയും പറ്റിക്കാനായിരുന്നില്ലെന്നും സഹോദരന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാനായിരുന്നു വായ്പയെന്നുമാണ് S. ജയചന്ദ്രന്റെ വിശദീകരണം. പദവി ദുരുപയോഗം ചെയ്ത CPIM ഏരിയ സെക്രട്ടറി നേടിയെടുത്തത് മുഴുവൻ ബിനാമി വായ്പകളാണ്. ഇതുവഴി കോടികളുടെ ബാധ്യതയാണ് സർക്കാർ സഹകരണ ജീവനക്കാർക്ക് ഉണ്ടായത്. മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ കരകയറുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ. MG പ്രതീഷ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.